ഇപ്പൊ എഴുതാൻ അല്ലല്ല കോപിച്ചേട്ടൻ ഓക്കെ റെഡി ഓക്കെ ഓക്കെ അണ്ണൻ നേമത്തെ അണ്ണൻ നേമത്തണ്ണൻ നേമത്തണ്ണ മുന്നിൽ എന്റെ അണ്ണൻ മുന്നിൽ ചെമ്മൂട്ടി അണ്ണാ കേറി പൊയ്ക്കോ ഇല്ലെങ്കിൽ ഇപ്പൊ വീഴും ഉള്ള കാര്യം അസമിൽ എൻ ഡി 55 ഒരുപാട് കോൺഗ്രസ് 9 നോക്കണ്ടല്ലേ ബിജെപി 55 കോൺഗ്രസ് 9 നോക്കണ്ട വിട്ടേക്ക് നോക്കണ്ട ഇപ്പൊ യു ഡി എഫ് 69 എൽ ഡി എഫ് 67 മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മുന്നിൽ അയ്യോ എന്ന് പറയും തിരുവമ്പാടിയിലെ ലിൻഡോ ജോസഫ് 28 വോട്ടിന് മുന്നിൽ 28 കൊടുവള്ളിയിലെ പി കെ ഫിറോസ് 42 വോട്ടിന് മുന്നിൽ പി കെ ഫിറോസ് യു ഡി എഫ് യു ഡി എഫ് 70 എൽ ഡി എഫ് 65 യു ഡി എഫ് 70 മാറ്റി എൽ ഡി എഫ് 65 യു ഡി എഫ് 70 ഇതിപ്പോ മാറി കണ്ണ് ചിമ്മ ചിമ്മാൻ പറ്റത്തില്ല കണ്ണ് ചിമ്മരുത് യു ഡി എഫ് 70 എൽ ഡി എഫ് 65 ഇത് ഇ വി എം വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആദ്യയുടെ സൂചനയാണ് അങ്ങനെയാണെങ്കിൽ ഇത് പ്രധാന സൂചന എലത്തൂരിലെ നമ്മുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞാള് 50 ദേവികളുടെ 3 രാജാവ് ഒരാൾ എഫ് രാജ യു ഡി എഫ് മുന്നില് ഓക്കെ റെഡി മാറി യു ഡി എഫ് 68 എൽ ഡി എഫ് 67 യു ഡി എഫ് 68 എൽ ഡി എഫ് 60 ഞാൻ പോണ എനിക്ക് വയ്യ യു ഡി എഫ് 68 യു ഡി എഫ് 68 എൽ ഡി എഫ് 67 നോക്കി ഇതെന്തൊരു ഒരു മര്യാദ വേണ്ടേ ഒരു മര്യാദ വേണ്ടേ ഇത് താങ്ങാൻ പറ്റുമോ 68 67 എ കെ സെന്ററിൽ ഇരിക്കുന്നവരുടെയൊക്കെ ചങ്കിടി ഇരിക്കുന്ന ആൾ വടിയിൽ പിടിച്ചു കാണും ടെൻഷൻ ഇതൊരു മാനന്തവാടി ഓർക്കേളു മുന്നിൽ എൽ ഡി എഫ് 67 അമ്പലപ്പുഴയിൽ വീണ്ടും സ്വാഗതം അപ്പൊ ഷഫീദെ കിണികിണി വീഴണം 2000 രൂപ വിട്ടേക്ക് അങ്ങോട്ട് രാമപുരത്തെ ആദ്യ മുന്നിൽ 54 വോട്ട് നേമത്തെ ആദ്യ ബൂത്തിൽ രാജീവ് ലീഡ് ആർ സി രാജീവ് ചന്ദ്രശേഖർ ബിജെപി പ്രസിഡന്റ് തിരുവല്ലയിൽ ബി ജെ പി മുന്നിൽ തിരുവല്ലയിൽ അനൂപ് ആന്റണി 120 വോട്ടിന് മുന്നിൽ തിരുവല്ലയിൽ നരേന്ദ്രമോദി പ്രശംസിച്ച അതേ അനൂപ് ആന്റണി വട്ടിയൂർക്കാവ് കെ മുരളീധരൻ താനൂരിൽ പി കെ നവാസ് യു ഡി എഫ് മുന്നിൽ പി കെ നവാസ് താനൂരിൽ മുന്നിലാണ് അതുപോലെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മുന്നിലേക്ക് കുതിക്കുന്നു തൊട്ട് പിന്നിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ശരിയായോ എന്ന് എനിക്കറിയില്ല നേമത്ത് വട്ടിയൂർക്കാവിലൊക്കെ ആദ്യഘട്ടത്തിൽ എൻ ഡി എ സ്വാധീന ബൂത്തുകൾ തന്നെയാണ് അതുകൊണ്ട് അതിന് ഏതെങ്കിലും സ്വാധീനം എന്ന് പറയാൻ കഴിയില്ല ആദ്യഘട്ടത്തിൽ എൻ ഡി എക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തുകളിൽ സ്വാഭാവികമായിട്ടും ആദ്യയുടെ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആർ സി മുന്നിൽ ഇ വി എം ആണ് മാറി യു ഡി എഫ് 69 എൽ ഡി എഫ് 66 എൻ ഡി 5 യു ഡി എഫ് 69 എൽ ഡി എഫ് 66 എൻ ഡി 5 മാറി മറിയുന്ന ലീഡ് നില കഴിയില്ല യു ഡി എഫ് 69 എൽ ഡി എഫ് 66 ഈ യു ഡി എഫ് 69 യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ 5 യു ഡി എഫ് 69 ഇതിനെയാണ് ലേലം വിളി എന്ന് പറയുന്നത്. ഞാൻ പോണോ എനിക്ക് വയ്യ ഇത് എന്തോ ഇത് ഒരു അങ്ങനെ പറ്റത്തില്ല മാനന്തവാടി മന്ത്രി കേളുകുറ്റ മണ്ഡലത്തിൽ ഉഷാ വിജയൻ യു ഡി എഫ്
പൊളിച്ചോ എല്ലാം പൊളിക്കണം. അതെ UDF 68 LDF മാറി UDF 68 LDF 66 NDR UDF 68 LDF 66 NDR ഇത് കുറെ ഇതൊരു നടക്കി പോവില്ല. ഇതൊരു നടക്കി പോവില്ല. മമതാ ബാനർജി മുന്നിൽ, ബംഗാളിൽ മമതാ ബാനർജി മുന്നിൽ, ഭവാനിപ്പൂരിൽ സുവേന്ദി അധികാരി പിന്നിൽ, നന്ദിഗ്രാമിൽ സുവേന്ദി. വെള്ളം വേണോ? വെള്ളം. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിൽ, മുഖ്യമന്ത്രിയാകുന്ന ലിസ്റ്റിലുള്ള ഒരാൾ രമേശ് ചെന്നിത്തല മുന്നിൽ. ആറന്മുളയിൽ ലീഡ് തുടരുന്നു അബിൻ വർക്കി. ആറന്മുളയിൽ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മുതൽ തുടങ്ങിയ അബിന്റെ ലീഡ് മാറിയിട്ടേ ഇല്ല. ആദ്യഘട്ടത്തിൽ ഹാപ്പി ഒരിടത്ത് ലീഡ് ചെയ്യണ്ടല്ലോ. LDF 67 UDF 67 ഇതൊരു വല്ലാത്ത പോക്ക്. ഒരു മര്യാദ വിട. 67 6 ചുമ്മാതല്ല ആൾക്കാർ ബൈക്ക് പറയുന്നു. ഒരു മര്യാദ വേണ്ട. 67 6 PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ് തൊടുപുഴയിൽ മുന്നിൽ. അയ്യോ ഇതാണ് 60. ഇത് ഈ പോക്കാണെങ്കിൽ എപ്പോ തീരുമാനമാവും? സമയം 8:45 ഇത് EVM മറിഞ്ഞു. ഇത് ഉറപ്പ്. 67 6 ഓക്കെ. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 530 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ജി സുധാകരൻ വീണ്ടും മുന്നിൽ. അമ്പലപ്പുഴ ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഷഫീദ ജയിച്ച കിണികിണി ജയിച്ച അപ്പത്തന്നെ ഗൂഗിൾ പേ കിണികിണി LDF ലീഡ് ഉയർത്തുകയാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 530 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഒപ്പം മലപ്പുറത്ത് EVM അവിടെ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ പൂട്ട് പൊളിച്ചിട്ടുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ രാജൻ പല്ലൻ 246 വോട്ട് ലീഡ്. തൃശൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ 246 വോട്ട് ലീഡ് ഉയർത്തുന്നു. പത്മജ 67 6 എന്തും സംഭവിക്കുന്ന ഒരുപക്ഷെ ടുഡേ ചാണക്യ പറഞ്ഞ തൂക്കാണോ സംശയമുള്ള 67 6 LDF 68 UDF 66. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു തമിഴ്നാട്ടിൽ എന്താ ഇവിടുത്തെ ഒന്നാകട്ടെ, നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒരു തീരുമാനമാക്കട്ടെ സാറേ. ക്ഷമിക്ക് ഇവിടെ ഒരു തീരുമാനമാക്കിട്ട് പോകാം നമുക്ക്. അതെ അതെയും താണ്ടി പുരിതമാനത് അന്ത മാതിരി ആലോചിക്ക കൂടാതെ അതെയും താണ്ടി പുരിതமான റിസൾട്ട് ഇവിടെ കിടക്കുന്നത് 68 LDF 68. ரொம்ப பிரமாதமா இருக்கு நம்ம தமிழ். EVM ആയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ UDF-ന് 66 LDF-ന് 68 കമ്മലെവിടെ? കമ്മൽ വേണ്ടേ? ഓക്കെ. പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ. പേരാമ്പ്രയിൽ ബാക്ക് ഓൺ ട്രാക്ക് ഫാത്തിമ തഹലിയ. പാത്തൂജ പേരാമ്പ്ര നമ്മുടെ കൺവീനർ അല്ലേ അവിടെ? നമ്മുടെ കൺവീനർ അവിടെ. പേരാമ്പ്ര നമ്മുടെ യു ആർ അഗൈൻ. UDF 68 LDF 66 NDR UDF 68 LDF 66 NDR UDF 68 66 6 പക്ഷേ വായി ഇത്രയും തുറക്കണ്ട. ചില ബീച്ച് കയറി പോകും. രാജചന്ദ്രശേഖർ ലീഡ് ഉയർത്തുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ ആദ്യ ബൂത്തിൽ കെ മുരളീധരൻ ലീഡാണ്. പിന്നെയും ബോംബ്. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ, ശിവൻകുട്ടി അണ്ണൻ പിന്നിൽ. അണ്ണൻ പിന്നിൽ പോയി. അണ്ണൻ കയറി വരും. അതർ സ്റ്റേറ്റ് മറ്റേ സംസ്ഥാനങ്ങളോ തമിഴ്നാട് ചോദിച്ചു. അണ്ണാ சொல்லுங்க. அங்க வந்து DMK வந்து 29 சீட், அங்க ADMK வந்து 9 சீட், டோட்டல் வந்து 234 சீட் டோட்டல் வராது. அதர் மற்ற எல்லாம் அப்படியே கிடக்குது. അറബിയാണ് DMK ബഹുദൂരം മുന്നില്. ബംഗാളിൽ വന്ന് TMC വന്ന് 106 110. ബംഗാളിലൊക്കെ കട്ടക്കട്ട ഒന്നും നിവർത്തിയില്ല. കേരളം പോലെ തന്നെ ബംഗാൾ. കേരളം പോലെ വിട്ട് അസമിലെ കുഴപ്പമില്ല. BJP 55. പുതുച്ചേരിയിൽ 3ഉം 2ഉം. അവിടെ എല്ലാം കട്ടക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബേപ്പൂരിൽ മുട്ടയടിക്കാനുള്ള ആളിനെ അറേഞ്ച് ചെയ്യണമെന്ന് അറിയില്ല. ബേപ്പൂരിൽ കമ്മൽ എന്ത് സംഭവിക്കാം.
എന്തായാലും ഒരു ശുരകരെ റെഡിയാക്കിക്കോളൂ. നോക്കൂ എന്താ വോട്ടെണ്ണൽ തുടങ്ങി 1 മണി തുറക്കാൻ പോവാണ്. 8 മണിക്ക് തുടങ്ങി 9 മണിയാകുമ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. സണ്ണി ജോസഫ് 112 വോട്ട്. ശൈലജ ടീച്ചർ അപകടം അവിടെ സണ്ണി ജോസഫ് 112 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? നമുക്കും അറിയത്തില്ല. എങ്ങനെ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഇഷ്ടമായി കണ്ടില്ലേ UDF 69, LDF 67, NDA 4, 60. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥി കെ മുരളീധരൻ മുന്നിലാണെന്ന റിപ്പോർട്ട് വരുന്നു. പേരാമ്പ്രയിൽ ഫാത്തിമ തകലിയ പിന്നെ മുന്നിൽ കയറി. കാസർഗോഡ് BJP ML അശ്വിനി മുന്നിൽ കയറി. എന്തും സംഭവിക്കാം. UDF 70, LDF 66, 70-66-4. ഇടുക്കി, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പത്തനംതിട്ട, ആലപ്പുഴ ഇവിടെ എല്ലാം വോട്ടെണ്ണി തുടങ്ങി. പോസ്റ്റലോട്ടല്ല വോട്ടെണ്ണി തുടങ്ങി. ഇനി കളി കാര്യമാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കളി കാര്യമാകാൻ പോകുന്നു. അസിത, കളി കാര്യമാകുന്നു. You are getting serious. Okay, ready. In the Kerala, the Kali is becoming Karimaval. Thrissur Pallan, Romba Pramadam. അதைയും താണ്ടി പുരിതമായ റിസൾട്ട് വരാൻ പോകുന്നു. മന്ത്രി ആർബിന്ദു മുന്നിൽ. നമ്മുടെ ചെന്നിത്തല മുന്നിൽ, ഹരിപ്പാട്ട് മുന്നിൽ, അതുപോലെ വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം മുന്നിൽ എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു പിന്നിൽ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. UDF 72 മാറ്റോ. LDF 64, NDA 4, 72, 64, 4. UDF ന് LDF 64, NDA 4. കൊച്ചിയിൽ മുഹമ്മദ് ഹിയാസ് ലീഡ് 2000 ആക്കി ഉയർത്തിയിരിക്കുന്നു. 2000 വോട്ടിന്റെ ലീഡിലേക്ക് മുഹമ്മദ് ഹിയാസ്. ശുരകൻ റെഡിയാണോ? ശുരകൻ വിചാരിച്ച അവരുടെ ബന്ധുക്കളല്ലോ. ശുരകൻ എന്ന് പറഞ്ഞാൽ ബാർബറസ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ മാരാർജി ഭവനിലേക്ക് എത്തി. നേമത്ത് മാരാർജി ഭവനിലെത്തി. ആസ്ഥാന മന്ദിരത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഉടുമ്പൻചോലയിൽ UDFന്റെ തേരോട്ടം രാജാക്കാട് പഞ്ചായത്തിലെ 14 ബൂത്തിലും ലീഡ് ചെയ്യുകയാണ്. കളി മാറുകയാണ്. UDF 72 ജോസ് കെ മാണി പിന്നിൽ. ജോസ് കെ മാണി പിന്നിൽ. ചെയർമാൻ ജോസ് കെ മാണി കാപ്പനോട് മുട്ടുപറക്കി അവിടെ. മാണി സി കാപ്പനോട് കപകപോ മുട്ടുപറക്കി അവിടെ. എന്തും സംഭവിക്കാം. UDF 72, LDF 64, NDA 4. എന്തും സംഭവിക്കാം. പൊളിറ്റിക്കൽ ചിറ്റിലപ്പള്ളി മുന്നിൽ. അവിടെ ചാത്തന്നൂരിൽ LDF 65, UDF 71, 65. നമ്മുടെ കൊല്ലത്തെ ബിന്ദു കൃഷ്ണ പിന്നിൽ. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പിന്നിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.